ഖാൻ യൂനിസിലേക്ക് ഫലസ്തീനികൾ തിരിച്ചു വന്നു തുടങ്ങി. ഇസ്രായേൽ സൈന്യം ഖാൻ യൂനിസിന്റെ ഭാഗങ്ങളിൽ നിന്ന് വിട്ടുപോയതിനോടനുബന്ധിച്ചാണ് വ്യത്യസ്ത ഭാഗങ്ങളിൽ ചെതറിപ്പോയിരിക്കുന്ന ഫലസ്തീനികൾ കൂട്ടത്തോടെയും സംഘം ചേർന്നും ഒറ്റക്കുമായിട്ട് ഖാൻ യൂനിസിലേക്ക് തിരിച്ചു വന്നു തുടങ്ങിയത്. 4 ലക്ഷത്തോളം ഫലസ്തീനികളാണ് ഈ പ്രദേശത്തിൽ നിന്ന് തെക്ക് വടക്കൻ ഗസയിലേക്കും റഫേലിലേക്കും ഒക്കെ തിരിച്ചു പോകേണ്ടി വന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിന് മുൻപ് തന്നെ പുറത്തു വന്നതാണ്. അവരിൽ ഏകദേശം ആളുകളൊക്കെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരുമായിട്ടുള്ള അഭിമുഖത്തിൽ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് ഒരു ഭൂകമ്പ പ്രദേശം പോലെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖാൻ യൂനിസിന്റെ പ്രദേശങ്ങളൊക്കെ നിലനിൽക്കുന്നത് എന്ന തരത്തിലാണ്. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നാശങ്ങൾ വരുത്തിവെച്ചാണ് ഇസ്രായേൽ സൈന്യം ആ പ്രദേശം വിട്ടുപോകുന്നത്. പറയുന്ന കാര്യം, വീടുകൾ മുഴുവനായിട്ട് തകർന്നിരിക്കുന്നു. ശേഷിക്കുന്ന വീടുകൾ ഒറ്റപ്പെട്ടത് മാത്രമാണ്. അത് തന്നെ പകുതിയെങ്കിലും തകർന്ന രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ആശുപത്രികൾ തകർന്നിരിക്കുന്നു, പള്ളികളും മതസ്ഥാപനങ്ങളും തകർന്നിരിക്കുന്നു, സാംസ്കാരിക നിലങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു, റോഡുകൾ തന്നെ കുത്തി കുയ്യാക്കിയിട്ട് ഒരു വാഹനത്തിന് യാത്രാ സംവിധാനം ഇല്ലാത്ത രീതിയിൽ വികൃതമാക്കിയിരിക്കുന്നു. കുടിവെള്ള സംവിധാനങ്ങളില്ല, വൈദ്യുതി സംവിധാനമില്ല, തൊഴിൽ മേഖല തകർന്നു. 98ാം ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള സൈന്യങ്ങൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് രക്തരൂക്ഷിതമായിരിക്കുന്ന വിഷയങ്ങൾ അവിടെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് തിരിഞ്ഞു പോയത്. സമാധാനപരമായിരിക്കുന്ന തിരിഞ്ഞോട്ടമല്ല. മനുഷ്യന് എങ്ങനെയാണോ ഒരു ഭൂമികുലുക്കം ഉണ്ടാക്കാൻ പറ്റുക, ആ ഭൂമികുലുക്കമാണ് ഇസ്രായേൽ സൈന്യം ഗസയുടെ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഖാൻ യൂനിസിന്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കിയത് എന്ന തരത്തിലാണ് ഫലസ്തീനികൾ ഈ വിഷയമായിട്ട് പ്രതികരിച്ചത്. മാത്രമല്ല, അവർ പറയുന്നു, ഞങ്ങളുടെ വീടുകൾ നിലനിന്ന പ്രദേശം തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നു. കണ്ടെത്തിയിരുന്നെങ്കിൽ ആ ഭാഗത്ത് മുണ്ട് വിരിച്ചെങ്കിലും കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശ്രമിച്ചു നോക്കാമായിരുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ ഭൂമിയും കൃഷി മേഖലകളും റോഡുകളും സർക്കാർ മേഖലയും മുഴുവനും തരിപ്പണമായ സമയത്ത് യഥാർത്ഥത്തിൽ ഇടുങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഭാഗത്തുനിന്ന് സ്വന്തം ഭൂമിയോ സ്വന്തം വീട് നിന്ന പ്രദേശമോ കണ്ടെടുക്കാൻ സാധിക്കാത്ത പ്രതിസന്ധിയിലേക്ക് യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ജനങ്ങൾ, ഗസയിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ശാശ്വതമായിരിക്കുന്ന ഒരു പിന്മാറ്റമാണ് അവർ പിന്മാറിയതെന്ന് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അൽ-ഷിഫ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 1ാം ഘട്ടത്തിൽ വന്നു, ഒരുപാട് വെടിവെപ്പുകൾ ഉണ്ടായി, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ഏകദേശം 60ഓളം ആളുകൾ മരണപ്പെട്ടു ആദ്യഘട്ടത്തിൽ. രണ്ടാമത് അവർ വീണ്ടും വന്നു. വീണ്ടും നടത്തിയ വെടിവെപ്പിൽ 200ഓളം ഫലസ്തീനികൾ മരണപ്പെട്ട വിവരമാണ് പുറത്തു വന്നത്. അങ്ങനെ നാശങ്ങൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പിരിഞ്ഞു പോകുന്നത്. 2ാം ഘട്ടത്തിൽ വരില്ല എന്നുള്ള കാര്യങ്ങളൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് നിലവിൽ ഖാൻ യൂനിസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല, സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. വെള്ളം കിട്ടാത്തൊരു വിഷയമാണ് പറയുന്നത്. വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ തങ്ങളെ ഭക്ഷണം കൊണ്ടും വസ്ത്രങ്ങൾ കൊണ്ടും കുടിവെള്ളം കൊണ്ടും മരുന്ന് കൊണ്ടും സഹായിക്കാൻ തയ്യാറാണ്. 7000ഓളം ട്രക്കുകളാണ് റഫേയുടെ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഇസ്രായേൽ അതിന് അനുമതി നൽകുന്നില്ല. ഭക്ഷ്യധാന്യങ്ങൾ കിട്ടാത്തതല്ല വിഷയം, നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാനുള്ള സംവിധാനം പോലും ശത്രുരാജ്യം നൽകുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഈ യുദ്ധത്തിന്റെ കാഠിന്യവും ഗൗരവവും കൂടുന്നത്. റംസാൻ മാസവുമായിട്ട് ബന്ധപ്പെട്ട് വെടിനിർത്തൽ ചർച്ച ഒരുപാട് ഘട്ടങ്ങളിൽ പല രാജ്യങ്ങളിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ പിടിവാശി പിടിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ ചർച്ച പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധി, വലിയൊരു വിഷയം ഇസ്രായേലിലെ സൈനികർക്കുള്ള ഉണ്ടായ കാരണത്താലാണ് യഥാർത്ഥത്തിൽ അവർ ഖാൻ യൂനിസിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല. കാര്യമെന്ന് പറയുന്നത്, ആദ്യത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമായിരിക്കുന്ന ചർച്ച തന്നെ തെക്ക് വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഇസ്രായേൽ സൈന്യം പിന്മാറണം എന്നുള്ളതാണ്. അന്ന് ഇസ്രായേൽ സൈന്യം അതിന് മറുപടി പറഞ്ഞത്, ഒരു നിലക്കും ഗസയുടെ ഒരു പ്രദേശത്തിൽ നിന്നും തങ്ങളുടെ ഒരു സൈനികരെ പോലും പിൻവലിക്കില്ല എന്നുള്ളതാണ്. പിന്നീട് ആദ്യഘട്ടത്തിലുള്ള വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം യുദ്ധം അവിടെ കഠിനമായി. വലിയ രീതിയിലുള്ള വെടിവെപ്പുണ്ടായി, വലിയ രീതിയിലുള്ള ആൾനാശം ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ സമയത്താണ്
ചില ഭാഗങ്ങളിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പിന്മാറാൻ തീരുമാനിച്ച ഭാഗത്തേക്ക് ഈ ഹമാസിന്റെ ആളുകൾ അധികാരം ഏറ്റെടുത്ത റിപ്പോർട്ട് പുറത്തു വന്നു. പിന്നീട് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഖാൻ യൂണിസിൽ നിന്ന് ഏകദേശം 80% സൈന്യത്തെയും പിൻവലിക്കുകയാണ്. ഒരു ബറ്റാലിയൻ ടീമിനെ മാത്രം അവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് പിൻവലിക്കുന്നതിന് ഉദ്ദേശ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ പിൻവലിച്ചതിന് ശേഷം പിന്നീട് ഒരു തിരിച്ചുവരവ് വലിയ പ്രയാസമാണ് എന്ന് വ്യത്യസ്ത മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിരിഞ്ഞു പോയിരിക്കുന്ന പാലസ്തീനികൾ ആ പ്രദേശത്തേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ ഈ സൈനികരുടെ പിന്മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അവര് ഏത് അതിർത്തിയിലാണ് വിന്യസിക്കുന്നത്, ഏത് തരത്തിലുള്ള യുദ്ധത്തിലാണ് ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് യുദ്ധത്തിന് വേണ്ടി ലെബനാൻ അതിർത്തിയിൽ വിന്യസിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായം ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. അതല്ലാത്ത രീതിയിൽ വലിയൊരു യുദ്ധം റഫേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സൈന്യത്തെ ഉപയോഗിക്കണം എന്ന രീതിയിലും പറഞ്ഞിരുന്നു. അതൊന്നും ഏകദേശം എവിടെയും കൃത്യമായിട്ടില്ല. യുദ്ധമുഖത്ത് ഒരു അഭിപ്രായം കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് ഓരോരോ ദിവസം പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഖാൻ യൂണിസിലുള്ള പിന്മാറ്റം. അതിനോടനുബന്ധിച്ചാണ് ഈ റഫ ആക്രമിക്കുമെന്ന് വീണ്ടും ഇസ്രായേൽ പറഞ്ഞത്. എന്നാൽ അതിന് മറുപടിയായ രീതിയിൽ തന്നെ അതല്ലെങ്കിൽ അതിന് മറ്റൊരു ഭാഗം ചേർന്നുകൊണ്ട് ഇറാൻ സംസാരിച്ചു, ലോകത്ത് എവിടെയും നിങ്ങളുടെ എംബസികൾ സുരക്ഷിതമായിരിക്കില്ല എന്നുള്ളത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള വലിയ ഭയപ്പാട് ഇപ്പോൾ ഇസ്രായേൽ വന്നിരിക്കുന്നു. ഈ അമേരിക്കൻ സൈനികരെ തന്നെ ഗസയിൽ വെച്ച് കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നടക്കുന്നു എന്ന് പറയുന്നിടത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. യുദ്ധം 6 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ വിജയിക്കാനോ എത്തിക്കാനോ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോഴും സാധിക്കാത്ത രീതിയിൽ വലിയ അമ്പരപ്പിലാണ് അവരിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമാണ്. അപ്പോൾ ലക്ഷ്യം നേടുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉദ്ദേശ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും ലക്ഷ്യം നേടാനുള്ള സാധ്യത വളരെ കുറവായിട്ട് രാഷ്ട്രീയ നിരീക്ഷകരും വ്യത്യസ്ത മീഡിയക്കാരും ഈ ഇസ്രായേൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാവാനും ഒരുപക്ഷെ ഒക്ടോബർ 7 ഹമാസിന്റെ അക്രമം വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കാര്യമെന്ന് പറയുന്നത് ലോകം മുഴുവനും ഇസ്രായേൽ എന്താണെന്നുള്ളതും പാലസ്തീൻ എന്താണെന്നുള്ളതും അവിടുത്തെ വിഷയങ്ങൾ എന്താണെന്നുള്ളതും കൃത്യമായി പഠിച്ചത് ഈ കാലഘട്ടത്തിൽ മാത്രമാണ്. ഇതിനു മുൻപ് ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്, അറബ് ഇസ്രായേൽ യുദ്ധം നടന്നിട്ടുണ്ട്, വലിയ നാശങ്ങളും വലിയ മരണങ്ങളും നടന്നിട്ടുണ്ട്. ഒരുപാട് പ്രദേശങ്ങൾ വ്യത്യസ്ത അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ സംഘർഷാവസ്ഥയും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ മുഴുവൻ ഇസ്രായേൽ പറയുന്നതാണ് ശരിയെന്ന് ലോകം വിശ്വസിച്ചു. അതല്ല, ഇതിന് യഥാർത്ഥപരമായിരിക്കുന്ന സത്യം ഹമാസ് പറയുന്നതാണ് എന്ന് ലോകം ചെവി കൂർപ്പിച്ചുകൊണ്ട് കേട്ട ഒരു ദിവസം കൂടിയാണ് ഒക്ടോബർ 7 അതിനുശേഷമുള്ള കാലഘട്ടം. അതുകൊണ്ട് അത്ര എളുപ്പത്തിലൊന്നും വിജയിച്ചുകൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സൈന്യത്തിനോ ഗവൺമെന്റിനോ സാധിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന കാര്യമാണ്.